ഹായ്, വെൽക്കം ടു കളപ്പുര കിച്ചൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുന്തിരി വൈനാണ്. 21 ദിവസം കെട്ടി വെച്ചിട്ടുള്ള ഒരു രീതിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. ദഹനത്തിനും വിശപ്പില്ലായ്മയ്ക്കും ഒക്കെ കൊടുക്കാൻ നല്ലതാണ്. പിന്നെ മാത്രമല്ല, കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ, ന്യൂ ബോൺ ബേബീസ് ഉണ്ടെങ്കിൽ അവരുടെ നാവിലുണ്ടാകുന്ന പൂപ്പല്ല നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ വൈൻ എടുക്കുക, അത് കോട്ടൺ പഞ്ഞി കൊണ്ടിട്ടോ കോട്ടൺ തുണി കൊണ്ടിട്ടോ മുക്കി നാവിൽ തടവി കൊടുത്താൽ 2-3 ആവർത്തി ചെയ്യുമ്പോൾ ആ പൂപ്പലൊക്കെ മാറുന്നതാണ്. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന വൈനാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഇതുപോലെയൊക്കെ ചെയ്ത് വീട്ടിൽ കുറച്ച് സൂക്ഷിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വൈനിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിന്ന് 3 കിലോ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. 3 കിലോ മുന്തിരിക്ക് 2.5 കിലോ പഞ്ചസാരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2.5 കിലോ പഞ്ചസാര മധുരം ഇച്ചിരി മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. മധുരം കുറവ് മതി എന്നുള്ളവർ കുറച്ച് അല്പം അളവ് കുറച്ചെടുത്താൽ മതി, പഞ്ചസാരയുടെ അളവ് കുറച്ചെടുത്താൽ മതി. നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. 100 ഗ്രാം ഗോതമ്പ് എടുക്കുന്നുണ്ട്. പിന്നെ മസാല മിക്സ്, കാതിരിപ്പൂവൊക്കെ ചേർന്നിട്ടൊരു മിക്സ്. ഇത് പച്ചമരുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. മുന്തിരി വൈൻ കെട്ടാനായിട്ട് എത്രയാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തരുന്നൊരു മിക്സാണ്. ഏകദേശം ഇത് 60 ഗ്രാം ഉണ്ട്. പിന്നെ നമുക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം ആവശ്യമുണ്ട്. ഇത് നിറയ്ക്കാൻ ആവശ്യമായിട്ടൊരു ഭരണി. നമുക്ക് ഭരണിയിലേക്ക് 1 ലെയർ മുന്തിരി 1 ലെയർ പഞ്ചസാര എന്ന കണക്കിലാണ് നമ്മളിത് ഫില്ല് ചെയ്യുന്നത്. നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ ഇടുന്നത്. മസാല മിക്സ് ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് ഒരു കിഴി കെട്ടി നമുക്കത് ഭരണിയിലോട്ടൊന്ന് ഇറക്കി വയ്ക്കാം. നന്നായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കുക. പുറമേ വെള്ളം ഒഴിച്ചു കൊടുക്കുക, തിളപ്പിച്ചാറിയ വെള്ളം. ഭരണി ഇത്രയും സാധനങ്ങൾ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കുക. ഭരണി നമുക്ക് അടച്ചു വയ്ക്കാം, ഒരു തുണിയിട്ട് കെട്ടി വയ്ക്കാം. ശേഷം നമുക്ക് 21 ദിവസത്തിന് ശേഷമാണ് നമ്മളിത് പിഴിഞ്ഞെടുക്കുന്നത്. ശേഷം നമ്മൾ എടുക്കാൻ പോവുകയാണ്. നമുക്കിതൊന്ന് ഓരോ പാത്രത്തിലോട്ട് പകർത്താം. നല്ലൊരു മണം വരുന്നുണ്ട്, വൈൻ്റെ നല്ല മണം വരുന്നുണ്ട്. നമുക്കിതൊരു തവി കൊണ്ടൊന്ന് ഉടച്ചെടുക്കാം. ഇങ്ങനെ ഉടച്ച് പിഴിഞ്ഞെടുത്ത വൈൻ നമുക്കൊരു തോർത്തിൽ പിഴിഞ്ഞ് ഒരു ഭരണിയിലോട്ട് മാറ്റി വയ്ക്കാം. മട്ടൊക്കെ അടിഞ്ഞ് നന്നായിട്ട് മട്ടില്ലാതെ എടുക്കാനാണ് 2 ലെയറിൽ ഞാൻ തുണി വിരിച്ച് പിഴിഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന വൈൻ നമ്മൾ 2-3 ദിവസം മാറ്റി വെക്കണം. കാരണം ഇതിൻ്റെ മട്ട് ശരിക്കും അടിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ഈ ഭരണിയിലേക്ക് എടുത്ത് പിഴിഞ്ഞ് വെച്ചിരുന്നത് നമ്മൾ 2 ദിവസം വെയിറ്റ് ചെയ്ത് നമ്മളൊരു കുപ്പിയിലേക്ക് അതിൻ്റെ മട്ടൊക്കെ മാറ്റി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. നമുക്കതിൽ നിന്ന് ഗ്ലാസ്സിലോട്ട് പകർത്താം.